നമസ്കാരം. CNS മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 14 സെൻറ്റ് സ്ഥലം, നിങ്ങൾ ഈ കാണുന്ന ഈ റബ്ബർ വെച്ചിട്ടുള്ള ഈ ഒരു 14 സെൻറ്റ് സ്ഥലമാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത്. കുറച്ച് സ്ഥലം കുറച്ച് കൂടുതലുണ്ട് കേട്ടോ. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ കാണുന്ന ഈ ഒരു ഭാഗത്ത് വീടിനോട് ചേർന്നിട്ടുള്ള ഈ ഒരു ഭാഗത്തുള്ള 14 സെൻറ്റ് സ്ഥലമാണ് നമ്മളിതിന് വിൽപ്പനയ്ക്ക് ഉദ്ദേശിക്കുന്നത്. തൊട്ടടുത്തായിട്ട് ഇവിടെയൊക്കെ വീടുകളുണ്ട്. ഇതുണ്ട്, നല്ല നല്ല അടിപൊളിയായിട്ടുള്ള വീടുകളുണ്ട്. ഈ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് മുറ്റത്തിനുണ്ടാവും നല്ല കിണറൊക്കെ ഉണ്ട്. അപ്പോൾ വെള്ളം കിട്ടുന്നൊരു ഏരിയയാണ്. മെയിൻ സംസ്ഥാന പാതയോട് ചേർന്നിട്ടുള്ളതുണ്ടോ, നേരെ ഫ്രണ്ട് ഭാഗത്ത് കാണുന്നത് മെയിൻ സംസ്ഥാന പാതയാണ്. റബ്ബറൈസ്ഡ് ബസ് റൂട്ടുള്ള മെയിൻ റൂട്ടാണിത്. അപ്പോൾ കുറച്ച് ദൂരം മാത്രം ഇതുപോലുള്ള മഡ് റോഡാണ്. കണ്ട ഈ ഒരു ഡിസ്റ്റൻസ് മാത്രം ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റും. ചെറിയ ദൂരമേ ഉള്ളൂ, ഏകദേശം ഒരു 60-70 മീറ്റർ ദൂരപരിധി മാത്രമേ ഉള്ളൂ. തൊട്ടടുത്ത് ഇവിടെയൊക്കെ വീടുകളുണ്ട്. അതിലേക്കൊക്കെ വേറെ വഴി വേറെ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു വീടിൻ്റെ കൺസ്ട്രക്ഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തൊട്ടടുത്ത് ഇവിടെയൊക്കെ വീടുകളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു അതിർഭാഗം വരുന്നത് ഇതാ ഈ ഒരു മതിലിനോട് ചേർന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ പോകണം. കുറച്ച് ഭാഗത്തിൽ ഇതുപോലെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾക്ക് മണ്ണ് തട്ടിയിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി അതല്ല ഇവിടെ ചെറിയൊരു ഹൈറ്റിൽ വെക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കാം. ഇതിങ്ങനെ വന്നിട്ട് ഇവിടെ ഒരു കുറ്റി വെച്ചിട്ടുണ്ട്. ഈ കാണുന്ന സർവേ കുറ്റി, ആ വീട്ടിൻ്റെ അവിടെ നിന്ന് ഈ ഒരു കുറ്റി വരെ ഇതാണ് 14 സെൻറ്റ് സ്ഥലം. ഇങ്ങനെ നേരെ ബാക്കിലേക്ക് പോകണം. അപ്പോൾ വലിയൊരു ഹൈറ്റുള്ള സ്ഥലമൊന്നുമില്ല, ചെറിയൊരു സ്ലോപ്പായിട്ടുള്ള സ്ഥലമാണ്. നിലവിൽ റബ്ബറാണുള്ളത്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ സ്ഥലം കൂടുതലുണ്ട്. ഇതിൽ നിന്നൊരു 14 സെൻറ്റ് സ്ഥലമാണ് നമ്മൾ ഇത് പാർട്ടീഷൻ കഴിഞ്ഞതാണ്. അപ്പോൾ ഈ ഒരു 14 സെൻറ്റാണ് നമ്മൾ വിൽപ്പനയ്ക്ക് ഉദ്ദേശിക്കുന്നത്. കിണർ കുഴിച്ചു കഴിഞ്ഞാൽ സാധാരണ നാടൻ കിണറിൽ വെള്ളം കാണാൻ സാധ്യതയുള്ള ഏരിയ, കാരണം തൊട്ടടുത്ത വീടുകളിലൊക്കെ കിണറിൽ വെള്ളമുണ്ട്. അപ്പോൾ വീട്, ക്വാർട്ടേഴ്സ്, അപ്പാർട്ട്മെൻറ്റ് ഇവയ്ക്കെല്ലാം അനുയോജ്യമായിട്ടുള്ള നല്ലൊരു സ്പ്ലോട്ടാണ്. മെയിൻ റൂട്ടിനോട്, മെയിൻ സംസ്ഥാന പാതയോട് ചേർന്നിട്ടുള്ള റൂട്ടാണ്. കറക്റ്റ് ലൊക്കേഷൻ എന്താ പിടിച്ചോളി. മലപ്പുറം ജില്ലയിലെ പാണ്ടിയാട് എന്ന് പറയുന്ന സ്ഥലം, അതായത് കാരക്കുന്ന് തിരുവാലി റൂട്ടിൽ, അതായത് മഞ്ചേരി വണ്ടൂർ മെയിൻ സംസ്ഥാന പാതയിൽ കാരക്കുന്ന് കഴിഞ്ഞ് തിരുവാലി റൂട്ടിൽ ഈ ഭാഗത്തായിട്ട് പത്തിരിയാലി എന്ന് പറയുന്ന സ്ഥലം. ആ വളവിൽ ഇവിടെ ഈ ഒരു അങ്ങാടി, ഈ വളവ് കഴിഞ്ഞാൽ പാണ്ടിയാട്. ഈ പാണ്ടിയാടിന് പത്തിരിയാലിൻ്റെ ഇടയിലായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത്. ഇവിടെ ഒരു ഹോട്ടലുണ്ട്, ഒരു ഷെഡ് ഹോട്ടലുണ്ട്. അതിനോട് ചേർന്നിട്ട് ഇവിടെ കരിമ്പ് ജ്യൂസ് ഉണ്ട്. അപ്പോൾ മെയിൻ റൂട്ട് കേട്ടോ, മെയിൻ ബസ് റൂട്ടാണ്, സംസ്ഥാന പാതയാണ്. ഇതാണ് ഇതിലേക്കുള്ള വഴി. മുകൾ ഭാഗത്ത് ഉണ്ടോ 2 വീടുണ്ട്. ഈ രണ്ടാമത്തെ വീടിനോട് ചേർന്നിട്ട് കാണുന്ന ആ റബ്ബർ സ്റ്റാർട്ടിങ് സ്ഥലമാണ്. അപ്പോൾ ഇവിടെ ഒരു മാവ്, ഇതാണ് ലാൻഡ് മാർക്ക്. അപ്പോൾ ഈ മാവിനോട് ചേർന്നുള്ള കയറ്റം കയറിയാൽ മതി. തൊട്ടടുത്ത് ഇവിടെ പള്ളികളുണ്ട്, ക്വാർട്ടേഴ്സുകളുണ്ട്, കച്ചവട സ്ഥാപനങ്ങളുണ്ട്. നല്ല കുഴപ്പമില്ലാത്ത നല്ലൊരു ഏരിയ. മെയിൻ സംസ്ഥാന പാത, ചെറിയ ഡിസ്റ്റൻസ്. അപ്പോൾ ഉദ്ദേശിക്കുന്ന വില 2,10,000 രൂപയാണ് ഒരു സെൻറ്റ് സ്ഥലത്തിന്. 2,10,000 രൂപ. ഇനി കച്ചവടം എന്നുള്ള രീതിയിൽ നീക്കുപോക്കുകൾ ഉണ്ടാവും, വില നെഗോഷ്യബിൾ ആണ്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക. എൻ്റെ പേര് സൈഫു. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഇതുപോലെ നിരവധി വീടുകൾ, സ്ഥലങ്ങളൊക്കെ നമ്മൾ ചാനലിലൂടെ വിൽപ്പനക്കായിട്ട് ഒരുപാട് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയും ഒരുപാട് പ്രോപ്പർട്ടികൾ നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് വരാനുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബട്ടൺ അമർത്തി കഴിഞ്ഞാലാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ പെട്ടെന്ന് നിങ്ങൾ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുകയുള്ളൂ. ഈ റബ്ബറിൻ്റെ ഉൾഭാഗത്ത് ഇവിടെയൊക്കെ വീടുകളുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അപ്പോൾ ഇവിടെയൊക്കെ ഇനിയിപ്പോൾ ഈ റബ്ബറുകളൊക്കെ വെട്ടിക്കഴിഞ്ഞിട്ട് ഇവിടെയൊക്കെ വീടുകൾ കാര്യങ്ങളൊക്കെ വരും. ഇപ്പം നിലവിൽ ഇതാണ് അവസ്ഥ. 14 സെൻറ്റ് സ്ഥലം, ഒരു സെൻറ്റ് സ്ഥലത്തിന് 2,10,000 രൂപ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾക്ക് നാളെ വൈകിട്ട് വീണ്ടും 5 മണിക്ക് കാണാം. ഓക്കെ, ബായ്.